എന്നറിയുമോ? എന്തൊരാഗ്രഹമെന്നറിയുമോ? നിബിതങ്ങളെ കണ്ടുമടുത്തു എന്നൊരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു, ആ സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് അതാണല്ലോ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കാണുമ്പോ എല്ലും തോലുമായി വരുന്ന സഫ്വാനെ കണ്ടപ്പോ നിബിതങ്ങൾ ചോദിക്കുന്ന നിനക്ക് എന്തു പറ്റി സൗബാൻ? എല്ലാം തോലുമായിരിക്കുന്നല്ലോ, എന്തെങ്കിലും മാരകമായ രോഗങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മറുപടി എന്താ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് രോഗമൊന്നുമില്ല നബിയേ, എനിക്ക് രോഗമൊന്നുമില്ല നബിയേ. നീ എന്തേ ഇങ്ങനെയായത്? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, വല്ലാത്ത ടെൻഷനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഉറങ്ങാൻ കഴിയാത്തത്? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാ. അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, എനിക്കൊരു ടെൻഷനുമില്ല നബിയേ, വല്ലാത്ത സമാധാനമാണ് നബിയേ. അങ്ങയെ കാണാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം അങ്ങനെയാണോ? കണ്ടാ പിന്നെയും പിന്നെയും കാണാൻ കൊതിക്കുകയാ, പോകാൻ കൊതിക്കുകയാ, സംസാരിക്കാൻ കൊതിക്കുകയാ, യാത്ര ചെയ്യാൻ കൊതിക്കുകയാ, ചാരത്തു ചെല്ലാൻ കൊതിക്കുകയാ. അത് മുത്തുനബിയുടെ സ്വഭാവമാണ്. ഈ സ്വഭാവമാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യന് വേണ്ടത്. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അതുപോലെയാകണം, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അതുപോലെയാകണം. എല്ലാവരും അവനെ നോക്കുകയാണ്, എല്ലാവരും എല്ലാ മതവിശ്വാസികളും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണ്. പടച്ചവനെ, മുസ്ലിമായാൽ പിന്നെ ഉപദേശം വേണ്ട, പിന്നെ വാഴ പറച്ചല് വേണ്ട. അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ കടന്നു വരികയാ. മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. വല്ലാത്ത ഒരു ജീവിതമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പടച്ചവനെ, യമനിലെ രാജാവാണ് സുമാമ. സുമാമ എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടല്ലോ, അവർ ഇസ്ലാമിനോട് വല്ലാത്ത വെറുപ്പാണ്, നിബിധങ്ങളോട് വല്ലാത്ത വെറുപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകനെ 3 പ്രാവശ്യം കൊല്ലാൻ നോക്കിയവനാ. അല്ലാഹുവിന്റെ പ്രവാചകനെ വധിക്കുന്നതിന് വേണ്ടി നിബിധങ്ങളെ കൊല്ലാൻ പോയവനാണ്. പടച്ചവനെ, നിബിധങ്ങളെ കൊല്ലാൻ പോയവനാണ്. ആ സുമാമ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ രക്ഷപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ രക്ഷപ്പെടുത്തുകയാണ്. സുമാമയ്ക്ക് ദേഷ്യമായി, മുഹമ്മദിനെ കൊല്ലാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരുപാട് സ്വഹാബത്തിനെ ഒളിഞ്ഞിരുന്ന് വധിച്ചു കളയുകയാ. ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞടോ. അവന് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയാണ്. മുത്തുനബിയുടെ മുമ്പിൽ പരാതി വന്നു. സുമാമയെ കുറിച്ച് നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്നു പരാതി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്, സുമാമയെ കിട്ടുന്നവര് കൊന്നുകളഞ്ഞേക്കണം സ്വഹാബ. സുമാമയെ കൊല്ലാൻ നബിതങ്ങളെ പറയുകയാണ്. അത്രയും ഉപദ്രവമാണ്, അവൻ അത്രയും വലിയ ഉപദ്രവമാണ് പടച്ചവനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എവിടെ വെച്ച് കണ്ടാല് കൊന്നുകളയാൻ നബിതങ്ങളെ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് തിരഞ്ഞു നടക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദീനയിൽ പാതിരാത്രി ഒരു മനുഷ്യനെ കാണുകയാ. അസബയത്ത് മദീനയിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. സ്വഹാബത്ത് പിടിക്കുകയാണ്. ചോദിക്കുന്നതിന് മുൻപ് കള്ളത്തരമാണ് പറയുന്നത്. അവൻ ദേഷ്യപ്പെടുകയാണ്. സ്വഹാബത്തിന് അവന്റെ വിഷയത്തിൽ സംശയമായി. ഇവൻ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവനാണോ, ഇസ്ലാമിന്റെ ശത്രുവാണോ അറിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് തീരുമാനമെടുക്കാം. അങ്ങനെ ആ മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോയി മസ്ജിദ് നബവിയിൽ കൊണ്ട് കെട്ടിയിടുകയാണ്. പള്ളിയിൽ കൊണ്ടുവന്ന് തൂണിൽ കെട്ടിയിടുകയാണ്. നബിതങ്ങൾ വന്ന് തീരുമാനിക്കട്ടെ.
പിറ്റേ ദിവസം നേരം വെളുത്തു. ബിലാൽ വിളിക്കുന്നു അസ്വലാത്തു ഖൈറും മിനന്നൗം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹിയുടെ ബാങ്ക് വിളിക്കുകയാണ്. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി തങ്ങൾ വന്നപ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലെ ആ സമയത്തൊരു മനുഷ്യനെ കിട്ടി നബിയേ, അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് തോന്നുന്ന നബിയേ, കൊണ്ടുവന്ന് പള്ളിയുടെ തൂണിൽ കെട്ടിയിരിക്കുകയാണ്. അങ്ങ് വന്നിട്ട് തീരുമാനമെടുക്കാം. അല്ലാഹുവിന്റെ റസൂല് ചെല്ലുകയാണ്. ആരാണ് പടച്ചവനെ? മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിരിക്കുന്ന മനുഷ്യനാരാണ്? മുത്തുനബി ചെന്ന് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചെന്ന് നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, സ്വഹാബാ, ഈ കിടക്കുന്നവനാരാണെന്നറിയുമോ സ്വഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചോദ്യമാണ്. ഈ കിടക്കുന്നവനാരാണെന്നറിയുമോ? അറിയില്ല നബിയേ. ഇവനാരാണെന്ന് നിങ്ങൾക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് അവിടുന്ന് മറുപടി പറയുമ്പോ മുത്തുനബിയുടെ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബാ, ഇവനാണ് സുമാമ, ഇവനാണ് സുമാമ. നബി തങ്ങൾ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ കൈ ഇങ്ങനെ വിറയ്ക്കുകയാണ്. സുമാമയാണെന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ രോമങ്ങൾ ഇങ്ങനെ തിളയ്ക്കുകയാണ്. പടച്ചവരെ, അല്ലാഹുവിന്റെ റസൂല് എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാൻ പറഞ്ഞ മനുഷ്യനാണ്. പള്ളിയുടെ തൂണിൽ കെട്ടിയിരിക്കുന്നത് ഓരോരുത്തരും കൊതിക്കുകയാണ്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണ് നബി തങ്ങളുടെ മറുപടി, സ്വഹാബാ, ഒരാള് പോലും തൊട്ടുപോകരുത്, ഒരാള് പോലും തൊട്ടുപോകരുത്, ഒരാള് പോലും ഉപദ്രവിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. ഇതാണോ ദീൻ എന്ന് പറയുന്നത്? ഇസ്ലാം മതം എന്ന് പറയുന്നത് ഇതാണ്. തന്റെ ശത്രുവിനെ കയ്യിൽ കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരാള് പോലും തൊട്ടുപോകാൻ പാടില്ല. രണ്ടാമത്തെ പ്രഖ്യാപനം, സ്വഹാബാ, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം സ്വഹാബാ, പാല് കൊണ്ടുവന്ന് കൊടുക്കണം സ്വഹാബാ. സ്വഹാബത്തിന് ദഹിച്ചില്ലടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണടോ. സ്വഹാബത്ത് സ്വന്തം വീട്ടിൽ ചെന്ന് ഭക്ഷണം വെച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പാല് കൊണ്ടുവന്ന് കൊടുക്കാൻ നബി തങ്ങൾ പറയുകയാണ്. മുത്തുനബി പോയടോ. പടച്ചവനെ, സുമാമയോട് നബി തങ്ങൾ മിണ്ടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പോവുകയാണ്. സ്വഹാബത്ത് ഭക്ഷണം കൊടുത്തു, സ്വഹാബത്ത് പാല് കൊണ്ട് കൊടുത്തു. സുമാമ കഴിച്ചും കുടിച്ചും കഴിയുകയാണ്. ഒരു ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മാതാ എന്തൊക്കെ യാ സുമാമ, ഈ സുമാമ സുഖമാണോ സുമാമ? നബി തങ്ങൾ ചോദിക്കുമ്പോ സുമാമ പറയുന്നു, മുഹമ്മദേ, എനിക്ക് സുഖമാണ് മുഹമ്മദേ, എനിക്ക് സുഖമാണ് മുഹമ്മദേ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, ചോദിക്കാൻ ഒരാളുമില്ല. ഇത് നിന്റെ നാടാണ്, ഇവരെല്ലാവരും നിന്റെ ആൾക്കാരാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ മുഹമ്മദേ, എന്നെ നീ വെറുതെ വിട്ടാ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ദാതരാ. അല്ലാഹുവിന്റെ റസൂലിനോട് സുമാമ പറയുമ്പോ നബി തങ്ങൾ മിണ്ടാതെ പോവുകയാണ്. രണ്ടാമത്തെ ദിവസമായി നബി തങ്ങൾ ചോദിച്ചു, സുഖമാണോ സുമാമ? ഒന്നാമത്തെ ദിവസം പറഞ്ഞ അതേ മറുപടി. നബി തങ്ങൾ മടങ്ങിപ്പോയി. മൂന്നാമത്തെ ദിവസമായി. അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴും ചോദിച്ചു, മാതാ എന്തൊക്കെ യാ സുമാമ? സുമാമയുടെ മറുപടി അതുപോലെ തന്നെയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഴിച്ചു വിട്ടേക്ക സഹാബാ, സുമാമയെ വെറുതെ വിട്ടേക്ക സഹാബാ, സുമാമയെ വെറുതെ വിട്ടേക്ക സഹാബാ. പടച്ചവനെ അവിടെ നിന്ന് അടിച്ചു വിടുകയാണ്. സഹാബത്ത് മുഴുവനും നോക്കി നിൽക്കുമ്പോ അതാ സുമാമ ഇറങ്ങി പോവുകയാണ്. എല്ലാവരുടെ മുമ്പിലൂടെ ചിരിക്കുന്ന മുഖത്തോടെ സുമാമ ഇറങ്ങി പോവുകയാണ്. അല്ലാഹുവേ,
അടുത്തൊരാൾ പോലും മിണ്ടിയില്ല. സുമാമ ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോവുകയാണ്. പടച്ചവനെ തന്റെ വസ്ത്രമങ്ങ് മാറ്റുകയാണ്, ധരിച്ചിരുന്ന വസ്ത്രമങ്ങ് മാറ്റുകയാണ്, കയ്യും കാല് കഴുകി ശുദ്ധമാവുകയാണ്. എന്നിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, പ്രവാചകന്റെ മുമ്പിലേക്ക് സുമാമ കടന്നു വരികയാണ്. നബിതങ്ങളെ കൊല്ലാൻ നോക്കിയ ഒരുപാട് പേരെ കൊന്നുകളഞ്ഞ സുമാമ മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ പറയുന്ന വാക്കെന്തെന്നറിയോ? നബിയേ, എനിക്ക് മുസ്ലിമാകണം നബിയേ, മുസ്ലിമാകണം നബിയേ. ഞാൻ മുസ്ലിമാകാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്തൊരു സ്നേഹമാണ് നബിയേ, എന്തൊരു സ്നേഹമാണ് നബിയേ, എന്തൊരു അനുസരണയാണ് നബിയേ, എന്തൊരു ഒത്തൊരുമയാണ് നബിയേ, എന്തൊരു സന്തോഷമാണ് നബിയേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് വിശുദ്ധമായ ദീനിലേക്ക് സുമാമ എവിടെന്ന് കടന്നു വരികയാണ്. സുമാമയുടെ മറുപടി നബിയേ, ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാ. എനിക്ക് വെറുപ്പായിരുന്നു നബിയേ, അങ്ങയുടെ മുഖം കാണുന്നത് എനിക്ക് വെറുപ്പായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. മദീനയോട് വെറുപ്പായിരുന്നു, അങ്ങ് താമസിക്കുന്ന നാടിനോട് വെറുപ്പായിരുന്നു. മദീന വിട്ടു പോകാൻ മനസ്സ് വരുന്നില്ല നബിയേ. അവിടുന്ന് സുമാമ, അവിടുന്ന് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നത് വഴുത കേട്ടിട്ടല്ല ചെറുപ്പക്കാരാ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഉപദേശം കേട്ടിട്ടല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ജീവിതം കണ്ടപ്പോ, 3 ദിവസം മുസ്ലിമീങ്ങളെ കണ്ടപ്പോ സുമാമയുടെ മനസ്സ് മാറിയെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, അതാ 2025 ജീവിക്കുന്ന മുസ്ലിമിനെ കാണുമ്പോ ജനങ്ങൾ ഓടുകയാ, എല്ലാവരും ഭയന്നു മാറുകയാ. ഒരാൾ പോലും നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. സുമാമ വയലൊന്നും കേട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും 3 ദിവസത്തെ ജീവിതം കണ്ടപ്പോ സുമാമ മുസ്ലിമായി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ കൂടെ ഇന്ന് മുസ്ലിമായ ഒരാൾ താമസിച്ച അവന്റെ വീടും വിട്ടിട്ട് പോകുന്ന കാലം. പേടി. മുസ്ലിമീങ്ങളുടെ ഇടയിൽ വന്ന് മറ്റൊരാൾക്ക് താമസിക്കാൻ പേടിക്കുന്നു. മുസ്ലിമിന്റെ കൂടെ ഇത് ബിസിനസ് ചെയ്യാൻ, മുസ്ലിമിന്റെ കൂടെ നടക്കാൻ, മുസ്ലിമിന്റെ കൂടെ കൂട്ടുകൂടാൻ ഭയക്കുന്ന കാലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തു പറ്റി സമുദായമേ, എന്തു പറ്റി നമുക്കിങ്ങനെ? നമ്മൾ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ? ഇലക്ഷനും തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ചിട്ട് സ്വന്തം മനസ്സാക്ഷിയോട് തുതിക്ക്. നമുക്ക് എന്തു പറ്റി നമ്മൾ ഇങ്ങനെയാകാനുള്ള കാരണം? ഇന്നത്തെ കുട്ടികളുടെ ജീവിതം നോക്കിക്കേ. കള്ളും കഞ്ചാവും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള വയലുകളൊക്കെ നടത്തും. പള്ളിയുടെ മിമ്പറുകളിൽ ഉസ്താദന്മാർ ജുമഅയ്ക്ക് അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവത്വത്തിനോട് കള്ളുകുടിയും കഞ്ചാവ് കുടിയും കഞ്ചാവും മയക്കുമരുന്നും MDMഉം ഉപയോഗിക്കരുത്. മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും ലഹരിക്കെതിരെയുള്ള ക്യാമ്പുകൾ നടത്തുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പുറത്ത് ഈമാൻ തരുമാറാകട്ടെ. കഞ്ചാവ് അടിക്കുന്ന പള്ളിയിൽ വരുന്നവനോട് പറയാ കഞ്ചാവ് അടിക്കരുത്, മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയോട് പറയുന്നത് MDM ഉപയോഗിക്കരുത്, ഇതൊക്കെ വേണം. പക്ഷെ ഇതിനേക്കാളും വലിയ നാശം എന്തെന്നറിയോ? കള്ളും കഞ്ചാവും മയക്കുമരുന്നൊന്നുമല്ലടോ. അതിനേക്കാളും വലിയ നാശം ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്, നമ്മുടെ യുവത്വത്തിന് മരണവും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ പോലും വിശ്വാസമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിന് എത്ര പേർക്കാണോ മരണവും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമുള്ള എത്ര പേരുണ്ട്? ഇന്നത്തെ യുവതലമുറ താടിയും തഴമ്പിലൊന്നും കാര്യമൊന്നുമില്ല. താടിയും തഴമ്പിലൊന്നും കാര്യമൊന്നുമില്ല. വാപ്പ വലിയ ആളാന്ന് പറഞ്ഞിട്ട് എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടെന്ന് പറഞ്ഞ പോലെ അതിനൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ, ഞാൻ പരസ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഈ താടിയും തഴമ്പുള്ള ഹാജിയാർ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ആരെങ്കിലും ആകട്ടെ, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മോൻ എടുത്തു വന്നിരുന്നു, അതെ വാപ്പ മോനെ നന്നാവണം കേട്ടോ, അതാനൊക്കെ പേടിച്ച് ജീവിക്കണം, സ്വർഗത്തിൽ പോകണം, അള്ളാഹു സ്വർഗത്തിൽ ഇങ്ങനെ പലതും ഒരുക്കി വെച്ചിട്ടുണ്ട്. വാപ്പ ഹാജിയാര മോനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിബിധങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, സ്വർഗത്തിൽ ഒരു മരമുണ്ട്.
അള്ളാന്റെ സ്വർഗത്തിൽ ഒരു സാധാരണ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാള് വാഹനപ്പുറത്ത് സഞ്ചരിക്കാം, നടന്നൊന്നും പോകല്ല, ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കാം. സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ 100 കൊല്ലം സഞ്ചരിച്ചാലും അവന് വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് നബിയുടെ റസൂലുള്ളാഹി. പാപ്പ മകനോട് പറഞ്ഞു കൊടുക്ക, ഹാജിയാര പള്ളികളുടെ പ്രസിഡന്റാ, അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ സ്വർഗത്തിൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാള് വാഹനപ്പുറത്ത് 100 വർഷം സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന്. ഹാജിയാരെ, നീ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ പോയി ഇരുന്നിട്ട് മക്കളോട് പറഞ്ഞ, മോനിങ്ങനെ വാപ്പാനെ ഇങ്ങനെ നോക്കും, എന്തൊരു തള്ളല വാപ്പാനെ ഇങ്ങനെ അല്ലാഹു അദൃശ്യമാകട്ടെ. ഓ പേടിയുണ്ടെന്ന് പോലെ വാപ്പാനോട് ചോദിക്കുക, ഇങ്ങനെ ഒരു തള്ളലിന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. വാപ്പ 100 കൊല്ലം സഞ്ചരിച്ച തീരാത്ത വലുപ്പമുള്ള മരമോ? അപ്പൊ ആ മരം ഏതാ വാപ്പ? എന്തിനാ മക്കളെ പറയുന്നേ? വാപ്പയായ നമുക്ക് ബോധമുണ്ടോ? നമ്മളിൽ എത്ര വിശ്വാസം? നിലമ്പൂരിൽ ഏറ്റവും വലിയ തേക്ക് കണ്ടിട്ടുള്ള നീ നിനക്ക് ഇന്ന് വല്ലതും തിരിയാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമുക്ക് തന്നെ വിശ്വാസമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് രാത്രി കട്ടൻ ചായ വെച്ചതാ, അയാൾക്ക് കഴിഞ്ഞ് പോയതല്ലേ. അപ്പോഴാ മോള് ഓടി വന്നു, കൈ ഒന്ന് തട്ടി, കൈ പൊള്ളി, എന്തൊരു ചൂടാവും, ഇതൊക്കെ എന്ത് ചൂട് മോളെ, അതൊക്കെ നരകത്തിലാണ്. അമ്മ പറയാ, ഇതൊക്കെ എന്ത് ചൂട്, 3000 കൊല്ലം അമ്മ നരകത്തെ കത്തിച്ച്, നരകത്തിലെ തീയുടെ 70 അംശമേ ഉള്ളൂ, ഇത് തീർന്നുമില്ല. അവൾ വിശ്വസിച്ചു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണല്ലോ ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ. വിശ്വാസമില്ലടോ. ഇന്നത്തെ കുട്ടികൾ എന്താ പറയുക, ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നാര സിറാജ്, നിങ്ങളിപ്പം പറയണ പോലെ ജീവിക്കാനാണെങ്കിൽ വല്ല കാട്ടിലും പോയി ജീവിക്കണം. അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? കള്ളു കുടിക്കരുത്, അത് കാണരുത്, ഇത് കാണരുത്, അത് ചെയ്യരുത്. അല്ലാന്റെ ജീവൻ പറയുന്ന പോലെ ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ എല്ലാം അങ്ങനെയാ. ഒരു അവസ്ഥക്കനുസരിച്ച് മനുഷ്യന്മാര് മാറിക്കൊണ്ടിരിക്കുക. കാലത്തിനനുസരിച്ച് കോലം മാറുന്നു ഈ ഉമ്മത്ത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതെങ്ങനെ? അവനവന്റെ സ്ഥാനങ്ങൾക്കും അവനവന്റെ നിലനിൽപ്പിനും ദീനൊക്കെ മാറും, നിയമങ്ങളൊക്കെ മാറും. നിയമങ്ങളും പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ച വരുമോ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടോ? അങ്ങനെ പോകത്തില്ല. കാരണം എന്താ? ഇന്ന് ഫോട്ടോ എടുക്കുന്ന കാരണം സ്കൂളിൽ പോകത്തില്ല. ഇന്ന് റോഡിന് സൈഡിൽ നോക്കിയേ എല്ലാം ഇങ്ങനെ ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എവിടെ നമ്മുടെ ഉമ്മത്ത്? ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ യുവതലമുറ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാണ്. അവരുടെ ഒരു കൺസെപ്റ്റ് തന്നെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതിന് ഇനി എത്ര വഴു വന്നിട്ട് കാര്യമൊന്നുമില്ല. ജീവിതം ആസ്വദിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാ. പറയുന്നവനെ പരിഹസിക്കുന്നു, പറയുന്നവനെ കളിയാക്കുന്നു. ഇതിന് പേടിയുണ്ടോ? എന്തെങ്കിലും പേടിയുണ്ടോ? പടച്ചോനെ, ഇന്നത്തെ കുട്ടികൾക്കൊന്നും മരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയുണ്ടോ? എന്തൊക്കെയാണോ പറയുന്നത്? ആലിമീങ്ങളാകട്ടെ, സയ്യിദന്മാരാകട്ടെ, എടാ ഒരു മുത്തഅല്ലിമിനെ ബഹുമാനിക്കണമല്ലോ. 300 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. അല്ലാഹു നാഫിഅ ഇൽമു നൽകുമാറാകട്ടെ. ഈ മുത്തഅല്ലിമീങ്ങളെ ബഹുമാനിക്കണമെന്നാണ്. ഈ മുത്തഅല്ലിമീങ്ങളെ ബഹുമാനിക്കണം. ഇവരെ പഠിപ്പിക്കുന്ന ആലിമീങ്ങളെ ബഹുമാനിക്കണം. അവരെ ബഹുമാനിക്കണം. സയ്യിദന്മാരെ ബഹുമാനിക്കണം. എന്ത് ബഹുമാനം? പാടാ പോടാ വിളിയാ ഇപ്പൊ എന്താണോ? എന്റെ പ്രിയപ്പെട്ടവരാർക്കും ബഹുമാനമൊന്നുമില്ല. വായി തോന്നുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷിക്കണം. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നല്ലത് പറയുന്നവനെ ഒറ്റപ്പെടുത്തുന്ന കാലമാണ്. നല്ലത് പറയുന്നവനെ പരിഹസിക്കുന്ന കാലം. കളിയാക്കലും പരിഹാസവും അവിടെ ഇവിടെ കുടുംബം ഇങ്ങനെ വായി തോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാതെ ഭയപ്പെടണം, വല്ലാതെ പേടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ചോദിക്കുകയാണ്, ഇനി ഇവരെ ആരാണ് നന്നാക്കുന്നത്? ഇവരെ ഇനി എങ്ങനെയാണ് നന്നാക്കുന്നത്? വാപ്പയും ഉമ്മയും അത്ഭുതപ്പെടുകയാണ്. തന്നെ മക്കളുടെ ജീവിതം കണ്ടപ്പോ, മക്കളെ ജീവിക്കുന്നത് കാണുമ്പോ പേടി തോന്നുകയാണ്. എങ്ങോട്ടാണ് ഈ പെൺകുട്ടികൾ പോകുന്നത്? ആൺകുട്ടികൾ പോകുന്നത് എങ്ങോട്ടാണ്? ഇവനെ ഇനി എങ്ങനെയാണ് നന്നാക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എല്ലാവരും പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുകയാ. ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നമ്മളൊക്കെ മുന്നോട്ട് നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി എങ്ങനെയാണ് നന്നാകുന്നത്? ഇനി എങ്ങനെയാണ് ഇവരെ നന്നാക്കുന്നത് എന്ന് മാതാപിതാക്കൾ പോലും, അല്ലാഹുവേ, പ്രായമുള്ളവര് പോലും ചിന്തിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നന്നാകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ിരിക്കുന്ന പട്ടത്തെ പോലെ, പൊട്ടിയ പട്ടം നടക്കുന്നത് പോലെ ജീവിക്കുന്ന യുവത്വമേ, ഇനി നന്നാകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയേതാ? അല്ലാഹു
അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ഒരു മനുഷ്യനെ നന്നാക്കാൻ കഴിയോ? അല്ലാഹു ആ ഗ്രന്ഥം ഇറക്കിയത് മരിച്ച വീട്ടിലെ വാപ്പ മരിക്കുമ്പോ ഇരുന്ന് ഓതാൻ വേണ്ടി മാത്രമല്ല. ആ കലാമിനെ അല്ലാഹു ഇറക്കിയിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും സന്മാർഗമായിട്ടാണ്, പഠിക്കുന്നതിന് വേണ്ടിയാണ്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ വയൽ കേൾക്കാമെന്ന ഉപ്പമാരോട്, ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, ഈ മുസ്ലിമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. കേൾക്കാൻ മനസ്സ് കാണിക്കണേ വാപ്പാ. എനിക്ക് പറയാനുള്ളതല്ല, അല്ലാഹുവിന്റെ കലാമാ. ഞാനും നിങ്ങളും പരിഗണിക്കാത്ത ഖുർആനുണ്ടല്ലോ, ആ ഖുർആനിന് നമ്മളോട് ചിലത് പറയാനുണ്ട്. നമുക്കതിന്റെ വിലയറിയാഞ്ഞിട്ടാ, നമുക്ക് പേടിയില്ലടോ. എന്നാൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഞാനും നിങ്ങളും പരിഗണിക്കാത്ത ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ, ഈ വചനം കേൾക്കാമെന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഖുർആൻ പറയുന്നതൊന്ന് കേൾക്ക് സഹോദരാ. അനുസരിക്കുന്നതും അനുസരിക്കാത്തതും നിന്റെ ഇഷ്ടമാണ്, പക്ഷേ പറയുന്നതൊന്ന് കേൾക്ക്. പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. പെങ്ങളോട് പറയുകയാണ്, ചെറുപ്പക്കാരോട് പറയുകയാണ്, ഒരു മനസ്സ് കാണിക്കടാ മോനെ. അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹുവിന്റെ കലാമല്ലേ. ആ ഖുർആനിന് നമ്മളോട് ചിലത് പറയാറുണ്ട്. റബ്ബേ, ഖുർആനിനെ ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് 5 കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. 5 കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ഒരല്പനേരം ഇരുന്നിട്ട് 5 കേൾക്കണ്ട, ഒരെണ്ണമെങ്കിലും കേൾക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.